വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമുക്കറിയാം നമ്മുടെ കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ആറ്റം മോഡൽസ് ഒക്കെ നമുക്ക് നോക്കാനുണ്ടായിരുന്നു, കുറെ എക്സ്പെരിമെന്റ് ഒക്കെ നമുക്ക് നോക്കാനുണ്ടായിരുന്നു അല്ലെ. തോംസൺസ് അറ്റോമിക് മോഡൽ ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി പഠിച്ചു വെച്ചു. ഇവിടെ നമ്മൾ നോക്കുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ അല്ലെ, റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആൻ ആറ്റം ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. സോ മക്കൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം. നമുക്ക് എവിടെ പോയാലും ആവശ്യമുള്ളൊരു പോർഷൻ ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ് എന്ത്, യെസ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന് നമ്മൾ ഇവിടെ പറയാറുണ്ട് അല്ലെ. അതായത് എന്താ സംഭവം, യെസ്, റുദർഫോർഡ് എന്ത് ചെയ്തു, ഫാസ്റ്റ് മൂവിംഗ് ആൽഫ പാർട്ടിക്കിൾസ് were made to fall on a thin gold foil അല്ലെ. അപ്പൊ ആൽഫ പാർട്ടിക്കിൾസും ഉണ്ട്, ഗോൾഡ് ഫോയിലും ഉണ്ട്. സോ നമുക്ക് രണ്ട് രീതിയിലും പറയാം, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അപ്പൊ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്, ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആളുകളാണ്. അവരെ എന്ത് ചെയ്യുന്നു, യെസ്, ഈ കാണുന്ന പോലെ ഒരു തിൻ ഗോൾഡ് ഫോയിൽ എന്ത് ചെയ്യാണ്, യെസ്, പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ ഒബ്സർവേഷനും അതിന്റെ ഇൻഫറൻസിൽ നിന്നും റുദർഫോർഡ് കണ്ടുപിടിച്ചിട്ടുള്ള ആറ്റം മോഡലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് കാര്യങ്ങൾ ഏകദേശം ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും. ദാ ഈ കാണുന്നത് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ആണ്, പോസിറ്റീവ് ചാർജ് ഉള്ള നമ്മളുടെ ആൽഫ പാർട്ടിക്കിൾ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, തിൻ ഗോൾഡ് ഫോയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ആറ്റംസ് അല്ലെ, ഒരുപാട് ആറ്റംസ് അതിന്റെ അകത്ത് ഉണ്ടാവില്ലേ. ആ ആറ്റംസ് ആണ് ഇതാ ഇവിടെ ഈ യെല്ലോ കളറിൽ ജസ്റ്റ് എന്താ ഒരു ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒബ്സർവേഷനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ റുദർഫോർഡ് മനസ്സിലാക്കി. ഇവിടെ നോക്കിയേ നിങ്ങൾ, കുറെ ആൽഫ പാർട്ടിക്കിൾസ് അല്ലെ, ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നോക്കുന്ന സമയത്ത് അതിൽ കുറെ പേരൊക്കെ എന്ത് ചെയ്തു, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് സ്ട്രെയിറ്റ്. നമ്മൾ ഒരു ബോൾ ഒക്കെ എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് ബോൾ പോകുന്നു വിചാരിക്കുക. അതേപോലെ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് ഒരുപാട് പേര് എന്ത് ചെയ്തു, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്തു പോയി. അതായത് അവിടെ യാതൊരുവിധ തടസ്സവും എവിടെയും എന്ത് ചെയ്തില്ല, അവർക്ക് ഫീൽ ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം ഒബ്സർവേഷൻസ് ആണ്, നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് പറയുക ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത് നോക്കുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഡിഫ്ലക്ഷൻ, അതായത് ഇങ്ങനെ പോകേണ്ട ആള് ചെറിയ രീതിയിൽ ഒന്ന് എന്ത് ചെയ്തു, അവരുടെ പാത്തൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് റുദർഫോർഡ് കണ്ടു. ആൻഡ് അതിൻ്റെ അകത്ത് നിന്ന് ബാക്കി വന്നിട്ടുള്ള ആളുകൾ അല്ലെ, വളരെ കുറച്ച് ആളുകൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ഡിഫ്ലക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചു പേര് നമ്മൾ ബൗൺസ് ബാക്ക് എന്നൊക്കെ പറയില്ലേ, ഒരു ബോൾ അങ്ങോട്ട് എറിഞ്ഞ് അതേപോലെ തിരിച്ചു വരിക പറയില്ലേ, ആ രീതിയിലുള്ള ഡിഫ്ലക്ഷൻ അല്ലെ, ആ രീതിയിൽ ടേൺ ബാക്ക് ചെയ്ത ആൽഫ പാർട്ടിക്കിൾസും കൂടെ എവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ റുദർഫോർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്ന് റുദർഫോർഡ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നോക്കാം നമുക്ക്, മോസ്റ്റ് ഓഫ് ദ ഫാസ്റ്റ് മൂവിംഗ് ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് സ്ട്രെയിറ്റ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ നമ്മൾ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് എന്താണ്, സം ഓഫ് ദം വർ ഡിഫ്ലക്റ്റഡ് ബൈ ദ ഫോയിൽ ബൈ സ്മോൾ ആംഗിൾസ്. ചിലര് മാത്രം എന്ത് ചെയ്തു, ചെറിയ ആംഗിളിൽ ഒന്ന് ഡിഫ്ലക്ട് ചെയ്യുന്നത് കണ്ടു. ആൻഡ് ഔട്ട് ഓഫ് എവറി 12,000 പാർട്ടിക്കിൾ, അതായത് ഉദ്ദേശിക്കുന്നത് അത്രയും എന്താണ്, കുറച്ച് പേര് മാത്രം എന്ത് ചെയ്തു, അപ്പിയർ ടു റീബൗണ്ട് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഒരു ബോളിലേക്ക് ഒരു ബോൾ എറിയുന്നു, ആ ബോൾ നേരെ തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരികയെന്ന് ഉദ്ദേശിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അവിടെ പോയ പോലെ തന്നെ എന്ത് ചെയ്തു, ടേൺ ബാക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് റുദർഫോർഡ് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പലരും എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് കടന്നുപോയി എന്നാണ് അല്ലെ. പലരും ഫ്രീ ആയിട്ട് കടന്നു പോകും എപ്പോഴാണ്, നമ്മുടെ മുമ്പിൽ ഒരു തടസ്സവും ഇല്ലെങ്കിൽ അല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ റുദർഫോർഡ് പറയാണ്, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസിന് പോകാൻ പറ്റിയത്, ഗോൾഡ് ഫോയിലൂടെ പോകാൻ പറ്റിയത് ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഈസ് എംപ്റ്റി. നമ്മുടെ ആറ്റത്തിന്റെ അകത്തുള്ള മോസ്റ്റ് ഓഫ് ദ സ്പേസും എന്താണ്, എംപ്റ്റി ആണ് എന്ന് ആര് കണ്ടുപിടിക്കുകയാണ്, നമ്മുടെ റുദർഫോർഡ് കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാവരും എന്നല്ല, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തത്, സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ചെയ്തു പോയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്തു, യെസ്, ചില ആളുകൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അവരുടെ ആ ഒരു പാത്ത്, സ്ട്രെയിറ്റ് പാത്തിൽ നിന്ന് ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡീവിയേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം പറയുവാണ്, ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഒക്യുപ്പൈസ് വെരി ലിറ്റിൽ സ്പേസ്. അതെന്താ ഈ പോസിറ്റീവ് ചാർജ് അവിടെ പറയാൻ കാരണം, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എപ്പോഴാണ്
എപ്പോഴാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുക, മുമ്പിൽ ഒരു തടസ്സം വരുമ്പോഴാണ് അല്ലെ. ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ആളുകളല്ലേ. പോസിറ്റീവും കണ്ടാൽ എന്തായാലും അവർ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. നമ്മൾ പഠിച്ചിട്ടില്ലേ, സെയിം ചാർജ് ആണെങ്കിൽ അവർ ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല അല്ലെ, അവർ റിപ്പൽ ചെയ്യുക. അപ്പൊ പോസിറ്റീവിന്റെ അടുത്തൂടെ പോകുമ്പോഴായിരിക്കും ഇവർ ഈ പറഞ്ഞിട്ടുള്ള ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടാവുക. എന്നാൽ അത് എല്ലാവരും കാണിച്ചിട്ടുണ്ടോ? ഇല്ല. വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് മാത്രമേ ആ ഒരു സ്മോൾ ഡീവിയേഷൻ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ റുദർഫോർഡ് അതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കി ആറ്റത്തിന്റെ അകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, എന്നാൽ ആ പോസിറ്റീവ് ചാർജ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ചെറിയൊരു സ്പേസിൽ മാത്രമാണ്. ആര് കണ്ടുപിടിക്കുകയാണ്? റുദർഫോർഡ് കണ്ടുപിടിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് എന്താണ്, എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വേർ എന്താണ് ഡിഫ്ലക്റ്റഡ് ബൈ 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, നേരെ തിരിച്ചല്ലേ, അങ്ങോട്ട് പോയതുപോലെ തന്നെ എന്ത് ചെയ്തു, തിരിച്ചു വന്നു. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഓൾ ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ഓഫ് ദ ഗോൾഡ് ആറ്റം വേർ കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോളിയം വിത്തിൻ ദ ആറ്റം. അവിടെ അദ്ദേഹം പുതിയൊരു കാര്യം കൂടെ പറഞ്ഞു തന്നു. എന്താണ് പുതിയ കാര്യം? നമ്മുടെ ന്യൂക്ലിയസിനെ പറ്റിയാണ്. നമ്മുടെ ന്യൂക്ലിയസിനെ പറ്റി. അപ്പൊ അദ്ദേഹം പറയാണ്, നമ്മുടെ ആറ്റത്തിന്റെ അകത്തുള്ള പോസിറ്റീവ് ചാർജും ആ ആറ്റത്തിന്റെ ആ ഒരു മേജർ എന്താണ് മാസും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ എന്താണ്, ഒരു ചെറിയ എന്താണ് വോളിയത്തിൽ അല്ലെ, ആറ്റത്തിന്റെ അകത്തുള്ള ഒരു ചെറിയ ആറ്റത്തിന്റെ ഏറ്റവും സെന്ററിലാണ്. ആ ഭാഗത്തിന് അദ്ദേഹം എന്ത് വിളിച്ചു, ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം വിളിച്ചു. അപ്പൊ ഒരു ആറ്റം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ചെറുതാണ് ആറ്റത്തിന്റെ സെന്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിലാണ് ഈ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ എന്താണ് അതിന്റെ മാസും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആര് പറയാണ്? നമ്മുടെ റുദർഫോർഡ് പറയാണ്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ആറ്റത്തില് നേരെ സെന്ററിൽ തട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ റീബൗണ്ട് ചെയ്യുന്നത് അല്ലെ, തിരിച്ചു പോരുന്നത്. കാരണം സെന്ററിൽ നേരെ എന്താണ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അവിടെ തട്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, തിരിച്ചു പോരുന്നത്. ബാക്കിയൊക്കെ ചെറിയ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോകുമ്പോഴായിരിക്കും അല്ലെ. തീരെ ഡീവിയേഷൻ ഇല്ലാത്തതോ ഈ പറയുന്ന പോലെ എംപ്റ്റി സ്പേസിലൂടെ കടന്നു പോകുന്ന ടൈമിൽ. ഇത്രയും കാര്യങ്ങളാണ് ആര് പറഞ്ഞു വെച്ചത്, നമ്മുടെ റുദർഫോർഡ് പറഞ്ഞു വെച്ചത്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിന്റെ മോഡൽ സജസ്റ്റ് ചെയ്യാണ്. ആ മോഡലിനെ ഇദ്ദേഹം എന്ത് വിളിച്ചിട്ടുണ്ട്, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അല്ലെ. ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്നാണ് ഇദ്ദേഹം ഇതിനെ വിളിച്ചിട്ടുള്ളത്. ഈ ന്യൂക്ലിയർ മോഡലിനെ റുദർഫോർഡ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നറിയോ, നമ്മുടെ സോളാർ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നടുക്ക് നമ്മുടെ സൺ അല്ലേ, അതേപോലെ നമ്മുടെ ആറ്റത്തിന്റെ നടുക്ക് നമ്മുടെ ന്യൂക്ലിയസ്. ആൻഡ് ഇതേപോലെ അദ്ദേഹം പറയാണ്, പുറത്തു കൂടെ ആരുണ്ട്, നമ്മുടെ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ സോളാർ സിസ്റ്റത്തില്. അതേപോലെ ഈ ന്യൂക്ലിയർ മോഡലിൽ നമ്മുടെ ന്യൂക്ലിയസിന്റെ ചുറ്റും നമ്മളുടെ എന്താണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ് എന്നുള്ള രീതിയിൽ ആര് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു, നമ്മുടെ റുദർഫോർഡ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ന്യൂക്ലിയർ മോഡലിന്റെ കാര്യങ്ങൾ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. ദർ ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ ഇൻ ആൻ ആറ്റം കോൾഡ് ന്യൂക്ലിയസ് അല്ലെ. അപ്പൊ ന്യൂക്ലിയർ മോഡൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സെന്റർ ഉണ്ട്, അതാണ് എന്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നിയർലി ഓൾ ദ മാസ് ഓഫ് ആൻ ആറ്റം റിസൈഡ്സ് ഇൻ ദ ന്യൂക്ലിയസ് അല്ലെ. പോസിറ്റീവ് ചാർജും മാസും ഒക്കെ എവിടെയാണ്, നമ്മുടെ ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വെൽ ഡിഫൈൻഡ് ഓർബിറ്റ്സ് അല്ലെ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, ന്യൂക്ലിയസിന്റെ ചുറ്റും എന്ത് ചെയ്യാണ്, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആൻഡ് ദ സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ന്യൂക്ലിയസിന്റെ സൈസ് എന്താണ്, വളരെ ചെറുതാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മളൊരു പിക്ചറിലൂടെ ഒക്കെ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണെങ്കിൽ ആ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആ വിചാരിക്കുക, ആ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റിൽ ആര് റിവോൾവ് ചെയ്യാണ്, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആര് പറഞ്ഞു വെച്ചത്, നമ്മുടെ റുദർഫോർഡ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മോഡൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്, ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ആൻഡ് ഓർത്തു വെക്കുക, റുദർഫോർഡിന്റെ കാര്യം പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, പല പേരിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ആൻഡ് അതിന്റെ ഒബ്സർവേഷൻ, അതിന്റെ ഇൻഫറൻസ്, അതിന്റെ അകത്തുനിന്ന് റുദർഫോർഡ് എത്തിയിരിക്കുന്ന ഈ പറയുന്ന റുദർഫോർഡിന്റെ മോഡൽ ഓഫ് ആറ്റം അഥവാ എന്താണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അതിനെ സോളാർ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്തത്, ഇതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതല്ല നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത് അല്ലെ. ഇതിന് കുറെ ഡ്രോബാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അകത്തു നിന്നാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ബോർ മോഡലിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ഇടാ. അപ്പൊ ഈ വീഡിയോ മക്കൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ.